ജനകോടികളുടെ എന്താ പറയുക അഭ്യർത്ഥന ഇന്ന് റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ ഓണത്തിനുണ്ടാക്കിയ ക്യാബേജ് നമ്മുടെ റിട്രീറ്റ് ഇവിടെ സലാല റിട്രീറ്റ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ ക്യാബേജ് ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹായുസ്സുകളോടെ ഞാൻ തുടങ്ങുകയാണ്. വെളിച്ചെണ്ണ ഐശ്വര്യമായിട്ട് നമ്മുടെ ഇതിനെ ചിട്ടൊന്ന് ഇനി കടുക് പൊട്ടിക്കാൻ പോവാണ്. ആഗ്രഹമുള്ളവരൊക്കെ നീങ്ങി നിന്നോട്ടെ. തീ കൂടുതലുണ്ട്, അത് കുറക്കട്ടെ. കാരണം ക്യാബേജിന് കറി നല്ല യെല്ലോ കളർ. അപ്പൊ നിങ്ങൾ കടുക് കാണുമ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ സവാള ഇടാൻ പോണ്. ഇങ്ങനെ നീക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് തെറിച്ച് വരില്ല. ഇതൊക്കെ ഞാൻ ഇതിനേച്ചിട്ടുണ്ട്, ഞാൻ ഇളക്കലാണ്. നമ്മൾ വെളുത്തുള്ളി ഇട്ടിരിക്കുകയാണ്. ഒപ്പം തേനും കൂടിയുണ്ട്. ഞാൻ ഇതിനകത്ത് തന്നെ വയ്ക്കാൻ പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ മിക്സ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സവാള, ഒരിത്തിരി വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളൂ. ഇത് മാക്സിമം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ആക്കിയെടുക്കാൻ നോക്കുക. ജസ്റ്റ് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി ക്യാബേജ് ഉണ്ടാക്കും. അപ്പോഴാണ് നല്ല ഡ്രൈ ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. പച്ചമുളക് അരിഞ്ഞില്ലല്ലോ മാഡം. ഇപ്പോഴാണ് പച്ചമുളക് വഴണ്ടി കിട്ടുള്ളൂ. ഇപ്പം ഇടണം. ചതച്ചെടുക്കണം. കടിക്കാൻ എനിക്ക് ഇഷ്ടല്ല കേട്ടോ. ഭയങ്കര കുറെ പേർക്ക് ഇഷ്ടമല്ല ശരിക്കും. അപ്പൊ ഭയങ്കര കുഞ്ഞിതാക്കി ഇടുമ്പോ അവര് അറിയില്ല. പിന്നെ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ചെയ്യാന്ന് വിചാരിച്ചത്. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തേക്കണം. ഒരു ഇത്തിരി കൂടി പച്ചമുളക് ആവാന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, എരിവില്ലാണ്ട് ഉണ്ടാക്കണം. ഗൈസ് എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കാണ്. ഇഞ്ചി ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നല്ല ഇടിച്ചു വെക്കണം. പോയി ഇനി ടേസ്റ്റ് ഇരിക്കാൻ പറയണ്ട കേട്ടാ. പോസ് ചെയ്യട്ടെ. വീഡിയോ സ്റ്റാർട്ട് കൈ പിടിക്കും. എന്നിട്ട് ഇവിടെ പിടിക്കാൻ ഗായ്സ്. നമ്മളിനി ഇപ്പം നമ്മൾ സവാള ഇത് വഴണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇടണം. ഉപ്പ് നമ്മൾ എപ്പോഴും കുറവിടാം. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ അറിയാത്ത ഓഡിയൻസിന് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. നമ്മുടെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഒരു ഇത്തിരി ഇട്ടോ. മതി, നിർത്തിക്കോ. മഞ്ഞപ്പൊടി ഇങ്ങനെ പാറിച്ചിടരുത്. ഇതിപ്പോൾ കാച്ചറ കുറേ. അയ്യോ, വീഡിയോക്ക് തടസ്സം നിൽക്കല്ലേ. മുളക് ലാസ്റ്റ് ഇട്ടോണ്ട് വേണ്ടിട്ടില്ല. മുളക് നീളത്തിലിടുന്നായിരുന്നു. ഇഞ്ചി ഞാൻ ഇഞ്ചി ഇട്ടുണ്ടായിരുന്നില്ലേ എടി. സാധാരണ ഏട്ടായാലും ഇളക്കിയത് ഇഞ്ചിയുടെ കുറവുണ്ട്. ഇഞ്ചി നീളത്തിലല്ല ഇടുന്നത്. നീ എന്നോട് പറയണമായിരുന്നു നീളത്തിലാണ്. അത് ഞാൻ എൻ്റെ മിസ്റ്റേക്ക്. ഞാൻ ഒന്നും പറയില്ല. ഒന്ന് മഞ്ഞപ്പൊടി നമ്മൾ ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ക്യാബേജ് ഇട്ട് ആദ്യം ജസ്റ്റ് ഇളക്കുക. ക്യാബേജ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ തേങ്ങ, കാരണം തേങ്ങ നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് ആരും നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ നാക്കിയത് നല്ലത്. എന്തുകൊണ്ടാ ഒന്ന് നമ്മൾ ഇളക്കും. അപ്പൊ ഇളക്കുമ്പോ തന്നെയും പിന്നെ അല്ലാണ്ട് ഇതുമ്മയൊക്കെ ഇങ്ങനെ ആവുമ്പോ ക്യാബേജ് ഒരു രസം. ഓക്കെ, മൂത്ത ഗായ്സ്, മൂത്ത മണം വരുന്നുണ്ടോ ചേട്ടാ? ക്യാമറയിലൂടെയാ. നിർത്ത് ഇതിലൂടെ മുക്കാ ഭാഗമാണ്. നിർത്ത്. ഇനി ഒരു തുണി എടുത്ത് തരും എനിക്ക് ആരെങ്കിലും. ചേട്ടായി നമ്മള് ക്യാബേജ് നന്നായി ഇളക്കി കൊടുക്കാവേ. എന്റെ അസിസ്റ്റന്റ് ഇളക്കി തരുന്നുണ്ട് ചേട്ടായി. ആരും ഇളക്കണ്ട. പക്ഷെ ഞാൻ ഇങ്ങനെ പറയും, കാരണം എനിക്ക് തന്നെ ക്യാമറ ഇങ്ങോട്ട് പറഞ്ഞേട്ടാ. നമ്മൾ ഇങ്ങനെ സൈഡിൽ നടക്കണേ. അപ്പോഴാണ് എല്ലാവരും ആദ്യം അത് ആസ്വദിക്കുകയാണ്. പിന്നെ നിക്ക് ഇടല്ലേ അവിടെയൊക്കെ പിണങ്ങിയോ? പോണോ? വെയിറ്റ്. ഇനി അത് വെറുതെ വെറുതെ ആക്കി അതൊന്ന് തന്നെ കത്തി.
വെയിലത്ത് കെട്ടിക്കോളെ പെട്ടെന്ന്. ഇപ്പഴ കറക്റ്റ് ആയതെന്നൊക്കെ. അമ്മേ നമ്മൾ ക്യാബേജ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇനി ഒന്ന് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ജസ്റ്റ് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. നമ്മളിത് ഡ്രൈ ആക്കി തന്നെ എടുക്കണം മാക്സിമം. തീ കുറവിലാണ് കിടക്കുന്നത്. 5 ടൈം ഇളക്കിയിട്ട് പിന്നെ ഇളക്കിയിട്ട് അപ്പോൾ ടാഗ് സെറ്റ് ആക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം. ക്യാബേജ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, ഒപ്പീനിയനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ മാത്രം എഫേർട്ടല്ല, ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട്, നിങ്ങൾ തന്നെ കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.